المجرمون بسيماهم فيؤخذ بالنواصي والأقدام. തെമ്മാടികളുടെ പിരടിയിലും കാലിലും പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മലക്കുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ നരകത്തിന്റെ കത്തിക്കാളുന്ന തീനാളങ്ങൾ അവരുടെ മുൻഭാഗത്ത് കാണുമ്പോ അള്ളാഹു നരകത്തിന്റെ തീയെ കുറിച്ച് പറഞ്ഞതെങ്ങനെയാണ്? ഇന്ന ജഹന്നമ കാനത്ത് മിർസാദാ ലിത്വാഗീന മആബാ. നരകമെന്ന് പറയുന്നത് കത്തിക്കാളുന്ന അഗ്നിയുടെ സ്രോതസ്സാണ്. ആ നരകത്തിന്റെ തീനാളങ്ങളിൽ കിടന്നിട്ട് ദുർമാർഗങ്ങളുടെ ശരീരം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ അവരുടെ തൊലിയും അവരുടെ മാംസവും ഇളകി വീഴുമ്പോ മറുഭാഗത്ത് ഒരു വെള്ളത്തിന്റെ ഒരു ചെറിയ ഒരു തോണി കാണും, ഒരു വെള്ളത്തിന്റെ പുഴ കാണുമ്പോ നരകവാസികൾ വെള്ളത്തിന്റെ പുഴയിലെ കോടുമത്രേ. ഓടി ഓടി ആ പുഴയുടെ മുമ്പിലെത്തുമ്പോ അത് വെള്ളമല്ല, പിന്നെ എന്തെന്നറിയോ? ഇല്ല ഹമീമോ വഗസ്സാഖാ വിഫാഖാ. അത് ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചലമാണ്. നരകവാസികൾ ആ തിളച്ചു മറിയുന്ന പുഴ എന്ന് കരുതിയ ചീഞ്ചലത്തിന്റെ മുമ്പിലെത്തുമ്പോ അവരുടെ മാംസം മുഴുവനും ഉരുകി താഴോട്ട് വീണ് അസ്ഥിയുമായിട്ട് അവര് തിരിച്ചോടാൻ തുടങ്ങും. എവിടേക്കാണ് അവർ കരുതും? ഇതിലും നല്ലത് നരകമാണല്ലോ. ആ നരകത്തിലേക്ക് തിരിച്ചോടുമ്പോ പാതി വടിയിലെത്തുമ്പോൾ അവർക്ക് ദുനിയാവിന് ഓർമ്മ വരും. എങ്ങനെ? ദുനിയാവിലൊരു സാധനത്തിന് തുടക്കത്തിൽ എത്ര ചൂടുണ്ടെങ്കിലും ഒരല്പനേരം കഴിയുമ്പോൾ ഇത് തണുക്കുമല്ലോ. ഈ വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചതാണ്, ഇപ്പൊ കുറെ കഴിഞ്ഞപ്പോ തണുത്തിട്ടുണ്ടല്ലോ. ഇത്രയും ഓടി വരുന്നതിന്റെ ഇടയിൽ ആ തിളച്ചു മറിയുന്ന ഹമീം തണുത്തിട്ടുണ്ടെന്ന് കരുതി അവര് നേരെ തിരിച്ചു വീണ്ടും ഹമീമിലേക്ക് ഓടും. അവിടെ എത്തുമ്പോ ഹമീം തണുത്തിട്ടില്ല. വീണ്ടും അവരെ നരകത്തിലേക്ക് തിരിച്ചോടുകയാണ്. പാതിവടിയിൽ വീണ്ടും ഹമീമിലേക്ക് ഓടുകയാണ്. ഇതൊന്നും കബീർ ബാക്കവി പൊടിപ്പും തൊങ്ങനും വെച്ച് പറയുന്നതല്ല, ഞാനൊരു പാണ്ഡിത്യത്തിന്റെ ഗരിമയും പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിനാ ഖുർആൻ പറയുന്നതാണ്. ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. എന്റെ ഹൃദയാന്തരാളത്തിൽ ഞാൻ മനപ്പാഠം ചെയ്തു വെച്ച എന്റെ വിശുദ്ധമായ ഖുർആൻ. ഞാൻ എന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ ഞാനൊരു പാണ്ഡിത്യത്തിന്റെ ഗരിമ പറയുകയല്ല. എന്നെ സംബന്ധിച്ചോളം ഭൗതിക വിദ്യാഭ്യാസത്തിൽ എന്നെക്കാളും ഡോക്ടറേറ്റ് നേടിയവരുണ്ട്. ആത്മീയ വിദ്യാഭ്യാസത്തിലോ ഞാൻ ആലുവയിൽ പഠിക്കുമ്പോ ഷാഫി മൗലവി എന്ന് 8ാം ക്ലാസ്സിലാണ്. 8 വർഷത്തോളം എന്റെ സീനിയറാണ് അദ്ദേഹം. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിലോ ആത്മീയ വിദ്യാഭ്യാസത്തിലോ ഞാൻ എന്റെ പാണ്ഡിത്യം പറയുകയല്ല. കാരണം പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാനാരാ? കഴിഞ്ഞ 18 വർഷക്കാലം കേരളത്തിന്റെ അകത്തും പുറത്തും അള്ളാഹുവിന്റെ ഖുർആനിനെ പരിചയപ്പെടുത്താൻ ശബ്ദം വിനിയോഗിച്ചൊരു പ്രബോധകനാണ്. ആ പ്രബോധകൻ നിങ്ങളോടും വിട പറയുന്നതിന് മുമ്പ് പറയാണ്, യതൂഫൂന ബൈനഹാ വബൈന ഹമീമിനാ. അവര് ഹമീമിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇങ്ങനെ തവാഫ് ചെയ്ത് നടക്കുമത്രേ. അവസാനം അവരെ മലക്കുകൾ പിടിച്ചിട്ട്, മലക്കുകൾ അവരെ പെടലിൽ പിടിച്ചിട്ട് ഖുദൂഹു ഫഗുല്ലൂ തുമ്മൽ ജഹീമ സല്ലൂ. അവരെ നരകത്തിൽ പിടിച്ചിട്ട് നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അവരുടെ പരടിയിലും അവരുടെ കാലിലും പിടിച്ചിട്ട് നരകത്തിന്റെ സബാനിയാക്കളായ മലക്കുകളുടെ കൈപ്പിടിയിൽ പിടച്ച് പിടയുമ്പോ അടുത്തത് നരകത്തിന്റെ തീയാണ് കാണുന്നത്. അവരവിടെ നിന്ന് നിലവിളിക്കുന്ന ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഇത് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ നഫ്സിനോട് ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയത്ത് അവരെ പിടച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ, കാലൂ റബ്ബനാ ഗലബത് അലൈനാ ശിഖവതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ.
റബ്ബന അല്ലാഹുവേ റബ്ബന അല്ലാഹുവേ ഗലബത അലൈനാ ശിക്വതുനാ അല്ലാഹുവേ ഞങ്ങളുടെ കാലം ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. കൂട്ടുകാരാണ് കള്ളു കുടിപ്പിച്ചത്, കൂട്ടുകാരന്റെ കൂടെയാണ് ചീട്ട് കളിച്ചത്. ഞങ്ങൾ ജീവിച്ചിരുന്ന കാലം ഏത് കൊള്ളരുതായ്മയും കാണുന്ന കാലമാണ് റബ്ബേ. വകുന്നാ ഖൗമൻ ളാലീൻ അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് റബ്ബേ, ഞങ്ങളെ രക്ഷിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് നിലവിളിക്കുമ്പോ ആ സമയത്ത് റബ്ബ് ചോദിക്കുന്നൊരു മറുപടിയുണ്ട്. ഖാലു അലം തകുൻ ആയാതി തുതില അലൈക്കും ഫകുന്തും ബിഹാ തുകല്ലിബൂൻ. എത്ര സ്പഷ്ടമാണ് ഖുർആൻ പറയുന്നത്. അലം തകുൻ ആയാതി തുതില അലൈക്കും, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് എത്ര പേര് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയതാണ്. ഫകുന്തും ബിഹാ തുകല്ലിബൂൻ, ഇതൊക്കെ കള്ളമാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നിസ്സാരം വലിക്കരിച്ചവരല്ലേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം അമൂല്യമാണ്, അങ്കുലി പരിമിതമാണ് ആയുസ്. ഏത് സമയത്തും മരിച്ചാലും 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. 6 അടി മണ്ണാണ് ബാക്കി, വേറെ ഒന്നും കൂടെ ഇല്ല. 6 അടി മണ്ണാണ് ബാക്കി. 6 അടി മണ്ണിന്റെ ജന്മീനാരോ പാടിയതുപോലെ 6 അടി തന്നെ ഇല്ല. കബറ് കുടിക്കുമ്പോ കല്ല് കണ്ടിട്ട് ഒരിൽപ്പ് ഇങ്ങോട്ട് കുടിച്ചാ പിന്നെ 5.25 അടി ഉണ്ടാവും. 6 തന്നെ ഇല്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതം നന്നാക്കണം. സമയമേറെ കടന്നുപോയി, ജീവിതം നന്നാക്കണം. ആ സമയത്താണ് വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഖുർആന്റെ ഏറ്റവും ചെറുപ്പക്കാര് മുഴുവനും വഴിതെറ്റുമ്പോ വഴിതെറ്റുന്നത് പ്രസംഗിക്കലല്ല, ബി പ്രാക്ടിക്കൽ. നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഇതുപോലെ യുവാക്കളെ സഹായിക്കണം. പാവങ്ങളെ, ക്യാൻസർ രോഗികളെ, ഒന്നുമില്ലാത്തവരെ സഹായിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി നല്ല സദക്ക 3 സ്വലാത്ത് സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് പരമാവധി നന്മ ചെയ്യുക. പരമാവധി നന്മ. ഏറ്റവും നല്ല നന്മ ഏതാണ്? ഏറ്റവും നല്ല നന്മ സാധുക്കളെ സഹായിക്കലാണ്. ഒറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കാൻ. ബഹുമാനനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമറിന്റെ കാലഘട്ടം, രണ്ടുപേര് ഇശാ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു നിർത്തണോ വേണ്ടേ? ഇത് പറഞ്ഞ് നിർത്തിയാൽ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം, രണ്ടുപേരും ഇശാ നിസ്കാരം കഴിഞ്ഞിറങ്ങി. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് അബൂ തൽഹത്തുൽ അൻസാർ റളിയല്ലാഹു തആല നടന്നു നോക്കുമ്പോൾ ഖലീഫ ഉമർ ഇങ്ങനെ ആരും കാണാതെ നടന്നു പോകുന്നു വിജനമായ എടപ്പാതയിലൂടെ. നോക്കിയപ്പോ ഈ ഉമർ ആരും അറിയാതെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ അബൂ തൽഹ പുറകെ കൂടി. എങ്ങോട്ടാ പോണെന്നറിയണ്ട. രാത്രി നേരെ പോയി നോക്കിയപ്പോ ഒരു കുടിലിന്റെ മുമ്പിലെത്തി. ഒരു ചെറിയ ഓലക്കുടിൽ. 4 പാടം നോക്കി, ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പിച്ചപ്പോ കുടിലിനകത്തോട്ട് കയറി വാതിലടച്ചു. അബൂ തൽഹ റളിയല്ലാഹു ഞെട്ടിത്തിരിച്ചു പോയി. രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നാട് ഭരിക്കുന്ന ഖലീഫ ഒരു വീടിന്റെ ഉള്ളിൽ പോയി ആരും കാണുന്നില്ല എന്ന് ഉറപ്പായിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു. അബൂ തൽഹ റളിയല്ലാഹു പല വിചാരി, ഖലീഫ ഉമർ ഇത്ര മോശം, എന്താ ചെയ്യുക? നമ്മളാണ് എന്ത് ചെയ്യും? അപ്പൊ വാട്സപ്പ്, അപ്പൊ നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്യും, കയറണത്, വാതിലടയ്ക്കണത്, പിന്നെ അതിന്റെ കൂടെ ഒരു ലൈവും കൂടെ എടുക്കും. അന്യന്റെ സ്വകാര്യതയിലേക്ക് കുളിഞ്ഞു നോക്കാൻ 1000 കണ്ണാണ് നമുക്ക്. അന്യന്റെ സ്വകാര്യതയിലേക്ക് അവനവനോ. ഖുർആൻ പറഞ്ഞ ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വയം കുറ്റപ്പെടുത്താനാണ് ഖുർആൻ പറഞ്ഞത്. ഇത് പറയണം. അവര് ചെയ്തത് തെറ്റ്, ഓക്കെ. അവനെ പിടിച്ചിട്ടിട്ട് അടിക്കണവനോ? അവനേതോ ബ്രഹ്മചാരിയാന്ന് വിചാരിക്കും കണ്ട. അവനെവിടെയോ കഴിഞ്ഞ് മരണ വഴിയിലാണ് ഇവൻ കയറുന്നത് കണ്ടത്. എത്ര ആഭാസകരമാണ്. അവര് ചെയ്ത തെറ്റ്, അത് അവൻ തൗബ ചെയ്ത നമ്മൾ പിടിച്ചിട്ടിട്ട് അടിക്കുക, ലൈവ് ഇടുക. അപ്പൊ ഇതിനൊക്കെ അനുകൂലമാണോന്നല്ല, അത് അവർ ചെയ്തത് തെറ്റാണെങ്കിൽ അവനും അള്ളയും തമ്മിലായിക്കോട്ടെ. അന്യന്റെ നമ്മളിലാണെങ്കിലോ അപ്പോ റെക്കോർഡ് ചെയ്യും, പിന്നെ കൊടുക്കും. എന്താ ഗബീർ വാക്കവി മുട്ടിന്റെ താഴെ പാൻറ് ഇട്ടുകൊണ്ട് നടക്കും.
യഥാർത്ഥത്തിൽ ഇപ്പൊ പേടി റക്കീബിന് അത്തീതിനെയല്ല, വാട്സപ്പും ഫേസ്ബുക്കും. ചിരിക്കണ എന്താ? നിങ്ങൾ പറഞ്ഞുതരാം. റക്കീബും അത്തീതും ഇപ്പൊ ഞാനൊരു ബാറിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി, നേരെ ബാറിന്റെ അകത്ത് കയറി കസേര ഇരുന്നു. റക്കീബ് അത്തീതും കുറ്റം എഴുതൂ? ഇല്ല. പക്ഷേ വാട്സപ്പും ഫേസ്ബുക്കും അതുകൊണ്ടല്ലോ, അതാ ബാറിന്റെ മുമ്പിൽ കബീർ ബാക്കി ഇവിടെ 66 കാണാം, അയാൾ ഇതാ കസേര ചാരിയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ റക്കീബ് അത്തീതും വെറുതെ, മലക്കുകൾ വെറുതെ വിട്ടാലും മനുഷ്യൻ വെറുതെ വിടാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം വലിയ പ്രശ്നങ്ങളാണ്, ബന്ധങ്ങളില്ലാതെ. ഒരുത്തിനോട്, ഒരു നേതാവിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവനെ കുറിച്ച് പിന്നെ ഫേസ്ബുക്കിൽ ഇടുക, എന്തുണ്ടെങ്കിലും അപ്പം ഇടുക. എല്ലാവർക്കും വൈരാഗ്യം തീർക്കാൻ പറ്റിയത് ഫേസ്ബുക്കിലാണ്. അള്ളാഹുടെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. എത്ര വലിയ മുത്തക്കീങ്ങളാണെങ്കിലും എത്ര വലിയ അടയാളമുള്ളവരാണെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പിച്ച് ചിന്തിയാൽ അള്ളാഹുവിനോട് സമാനം പറയേണ്ടി വരും. എടാ മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു തെറ്റ് ചെയ്താൽ പിന്നെ ഉസ്താദ് അത് പറ്റു ചെയ്താൽ പിന്നെ കണ്ടാ പരിസരപ്പെടുത്തണ ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് ആദ്യം കാണുന്ന ആരാ? അല്ലേ? അള്ള പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ ഇതേവരെ? നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ആദ്യം കാണുന്നാരാ? അല്ലാഹ്. അള്ളാഹുടെ 99 സിഫത്തിൽ ഒരു സിഫത്ത് സത്താർ, അവൻ മൂടി വെക്കുന്നവനാണ്. ഗഫാറുൻ, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. പുറത്തു കൊടുക്കുന്നതിനോട് കൂടെ തന്നെ സത്താറുൻ, അവൻ മറച്ചു വെക്കുന്നവനുമാണ്. സത്താറാണ് റബ്ബ്. റബ്ബ് മറച്ചു വെച്ചത് എന്തിനാടാ? അടിമയ്ക്ക് പരസ്യമാക്കാൻ എന്ന ആവശ്യം എന്താണ്? അവൻ സത്താറാൻ. ഈ രീതിയിലാണ് പോക്ക്. ഞാൻ വിശദീകരിക്കണില്ല. അതുകൊണ്ട് പരമാവധി സഹോദരങ്ങളെ, നമ്മളതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. മറ്റുള്ളവരെ തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ സ്വയം തിരുത്താൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു ആവിധ സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റി നിർത്തട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ മാറ്റി നിർത്തട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ കുടിലിന്റെ മുമ്പിൽ ഒരു ഈത്തപ്പന മരത്തിന്റെ മടലെടുത്തിട്ട് കുത്തിവെച്ചു, അടയാളം വെച്ച് മാറിപ്പോകരുത് വീട്. രാത്രിയിൽ പോയി കിടന്നിട്ട് ഉറക്കമില്ല. പക്ഷേ ഉമർ ആ രാത്രിയിൽ എന്തിനവിടെ പോയി ആരും കാണാതെ വാതിലടച്ചെന്തിന് അതിനകത്ത് കയറി? എല്ലാവിധത്തിലും അബൂ തൽഹയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ടു. രാവിലെ ബാങ്ക് കേട്ടപ്പോൾ സുബഹിക്ക് പള്ളിയിലെത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇമാമത്തിനെത്തിയിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ വല്ലാത്ത മനസ്സിന് വിഷമം. ഒരു വിധത്തിൽ സുബഹി നിസ്കരിച്ച് നേരെ വെച്ചു വിട്ടു. നേരം പുലർന്നു. എങ്ങോട്ട്? ഇന്നലെ രാത്രി അടയാളം വെച്ച കുടിലിലേക്ക്. അവിടെ ചെന്നു. കുടിലിന്റെ വാതിലപ്പുറം അടഞ്ഞു കിടക്കുന്നു. പോയി വാതിലിൽ മുട്ടി. അകത്തുനിന്നൊരു സ്ത്രീയുടെ ശബ്ദം. ആരാണ് അകത്തുനിന്ന്? ആരാ വിളിക്കണത്? അകത്തുനിന്ന് റിപ്ലൈ ചെയ്യുന്നാരാ? നിങ്ങൾ ഉറങ്ങാണ് ഇരുന്നിട്ട് ഈ സൗണ്ട് കേട്ടിട്ട് ഉറങ്ങണ? റിപ്ലൈ ചെയ്താരാ? സ്ത്രീയാണ്. അതോടെ ഉറപ്പിച്ചു. ഇപ്പൊ അകത്തുള്ളതാരാ? സ്ത്രീയാന്ന് ഉറപ്പിച്ചു. രാത്രിയിൽ കയറിയതാരാ? പുരുഷനാണ്. ഇതിലൊക്കെ ഒത്തിരി മാതൃകയുണ്ട്. ദീൻ ചുമ്മാ പ്രസംഗിച്ചാ പോരാ. ദീൻ എന്നെ നിക്കാരത്തരമ്പ് മാത്രമാണെന്ന് കരുതരുത്. ദീൻ എന്ന് പറയുന്നത് ഒരു വലിയ വിശ്വമാനവികതയാണ്. അള്ളാഹു റസൂൽ സർവ്വതും പഠിപ്പിച്ചിട്ടാണ് പോയത്. എന്ത് ചെയ്യണം നിങ്ങളിപ്പോ? എന്ത് ചെയ്യണം? ഒത്തിരി കെട്ടിയിട്ടു ആളുകളെ വിളിച്ചു, നിങ്ങൾ പോയിക്കാണ്, നിങ്ങളുടെ വഴി നോക്കി പടച്ചോനെ, ഇതുപോലെ എന്നെ നീ നിന്ദനാക്കല്ലേ അള്ളാഹുവേ, ഈ തെറ്റിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ എന്ന് റബ്ബിനോട് ദുആ ചെയ്ത് പടച്ചോനെ നീ അവന് പുറത്തു കൊടുക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ പൊക്കോണം. നിങ്ങളാ കൂടെ നിൽക്കരുത്. തല്ലാനും കൊല്ലാനും നിങ്ങൾ നിൽക്കരുത്. പാടില്ല. മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചിട്ട് കല്ലെറിഞ്ഞപ്പോൾ ഒരു സഹാബി കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തിട്ട് ഏറ് വെച്ച് കൊടുത്തു. യാ ഖബീസൽ മദീന. സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു, തൗബ ചെയ്തു, കല്ലെറിഞ്ഞു കൊന്നു. കല്ലെറിഞ്ഞപ്പോ ഒരു സഹാബി കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തിട്ട് മായിസ് ഒറ്റേറി, യാ ഖബീസൽ മദീന, എടാ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച മദീനയെ നീ അശുദ്ധമാക്കിയല്ലോടാ വ്യഭിചരിച്ചിട്ട്. മുത്ത റസൂലുള്ള കണ്ടുകൊണ്ടിരിക്കുകയാണിത്. മായിസ് റളിയല്ലാഹു അൻഹു മരിച്ചു. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി ആ സഹാബിയെ വിളിച്ചു. ചെരുപ്പെടുത്തെറിഞ്ഞ സഹാബിയെ അടുത്തോട്ട്, എന്ത് നബിയെ? തൻ്റെ മായിസാണ്. ലക്കത്താബ മായിസു, എൻ്റെ മായിസ് തൗബ ചെയ്തു. എൻ്റെ മായിസിന്റെ പ്രതിഫലം ഇവിടുത്തെ 60 അവിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ അവർ മുഴുവനും സ്വർഗത്തിൽ പോവും. നീയല്ലേ എൻ്റെ മായിസിനെ ചെരുപ്പ് വെച്ച് നിരത്തി എറിഞ്ഞത്? ഇതൊരു ഗുണപാഠമാണ്. എൻ്റെ മായിസ് റബ്ബിനോട് തൗബ ചെയ്തവൻ പരിശുദ്ധനായി റബ്ബിലേക്ക് പോയി. നീ എൻ്റെ മായിസിനെ ചെരുപ്പ് വെച്ചെറിഞ്ഞു. യാ ഖബീസൽ മദീന, എൻ്റെ മായിസിന്റെ പ്രതിഫലത്തിന്റെ ഇടയിലൊക്കത്ത് നിന്റെ പ്രതിഫലത്തു. ഇസ്ലാം എന്നാൽ ഒരു സ്വഭാവമാണ് സഹോദരങ്ങളെ. അല്ല നാം പറയുന്ന നിസ്കാരത്തഴമ്പിൽ മാത്രമല്ല നിസ്കാരം ഈമാനുള്ളൂ.
അബൂ തൽഹ വാതിൽ മുട്ടി. സ്ത്രീയാണ് ചോദിക്കുന്നത്, ആരാണത്? അബൂ തൽഹ ഉറപ്പിച്ചു, അല്ലാഹുവേ, ഈ സ്ത്രീ താമസിക്കുന്ന വീട്ടിലാണോ ഇന്നലെ ഖലീഫ ഉമർ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉമർ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഉമർ, മാലകീക ശൈത്താനു സാലികൻ ഫജ്ജൻ കത്തു ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ, ഉമറേ, നീ വരുന്നത് കണ്ടാൽ പിശാച് പോലും പേടിച്ചോടുമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു കയറി വന്നത്. ഖലീഫ ഉമർ കിസ്റാ ഭരിക്കും കൈസറും ഞെട്ടുന്നതാ, മിസ്ർ മുഖൂക്കിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കിസ്റാ കൈസറിനെ കിടുകിടാ വിറപ്പിച്ച ഉമറിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ സുന്ദരിയാണെന്നറിയാൻ അബൂ തൽഹ റളിയല്ലാഹു തആല ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞ ആ കുടിലിന്റെ വാതിലങ്ങട് തുറന്നപ്പോ അബൂ തൽഹ കണ്ട പെണ്ണെന്തെന്നറിയോ? കൊല്ലത്തിന്റെ സ്വകാര്യ സത്യ തടവാ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദ മലയാള ഭാഷയുടെ തുഞ്ചത്തെടുത്തച്ഛൻ, രണ്ടാം തുഞ്ചത്തെടുത്തച്ഛനെ പോലെ മലയാള കവിതാ സൗകുമാര്യത്തെ ആത്മീയ മനസ്സിന്റെ സോപാനങ്ങളിലേക്ക് ആത്മീയമായി ഉയർത്തിക്കൊടുത്ത തടവാ ഉസ്താദ് കാവ്യാത്മകമായിട്ടതിനെ ഇങ്ങനെ ചിത്രീകരിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല കുടിലിൽ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? പനനാര് കൊണ്ടുവരിഞ്ഞു കോത്തുരു കട്ടിലി പഴമുണ്ടു മൂടിയ കിഴവി രോഗമിലുണ്ടത്. പനനാര് കൊണ്ടുവരിഞ്ഞു ചേർത്തൊരു കട്ടിലി പഴമുണ്ടു മൂടിയ കിഴവി രോഗമിലുണ്ടത്. ഈത്തപ്പനയുടെ നാരുകൊണ്ട് ചേർത്ത് വെച്ച ഒരു പഴങ്കട്ടില് ഭക്ഷണം കഴിക്കാൻ പോലുമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു വയോവൃദ്ധ, കണ്ണ് കാണാൻ കഴിയാത്ത അന്ധയായ ഒരു വയോവൃദ്ധ പഴങ്കട്ടിൽ ഇങ്ങനെ പഴം തുണിക്കിട്ട് പോലെ കിടക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല ഞെട്ടിത്തിരിച്ചുപോയി. എന്താണ് ഞാൻ ഈ കാണുന്നത്? ആ വൃദ്ധയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. ഉമ്മ വൃദ്ധയായി, ആരുടെയും തുണയില്ലാതെ ഒറ്റയ്ക്ക് അന്ധയായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഈ കുടിലിൽ ഇങ്ങനെ കിടക്കുമ്പോ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? ആരാണ് നിങ്ങൾക്ക് മരുന്ന് തരുന്നത് ഉമ്മ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞവത്രേ, എന്റെ റബ്ബുൽ ആലമീനായ അല്ലാഹു ഉണ്ട് എനിക്ക്, അവനതിന്റെ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ഉമ്മ സംവിധാനം എന്ന് ചോദിച്ചപ്പോഴാണ് ലോകചരിത്രത്തിന്റെ ജാജ്വലമായ ഒരു ചരിത്രം അവിടെ ഇതവിടുന്നത്. ഉമ്മ പറഞ്ഞ മറുപടി ഏതെന്നറിയുമോ? രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും. രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ നിന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും. കാട്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, മലിനങ്ങളൊക്കെയും കഴുകി ശുദ്ധിയാക്കുന്നതാ. ഞാൻ രോഗത്തിനായി കടന്ന അന്നത്തെ രാത്രി മുതൽ എല്ലാ ദിവസവും രാത്രി ഒരാൾ എന്റെ കുടിലിൽ വരും. വന്നിട്ട് ഞാൻ മലമൂത്ര വിസർജനം ചെയ്യാനൊരു ചട്ടി താഴെ വെച്ചിട്ടുണ്ട്. അതെടുത്തുകൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് കഴുകി വൃത്തിയാക്കും. എന്നിട്ട് എന്റെ അടുക്കൽ വന്ന്, എനിക്ക് കൂട്ടിനാരുമില്ലല്ലോ, എന്റെ അടുത്ത് വന്നിരുന്നിട്ട് തമാശയുടെ വർത്തമാനം പറയും. എന്നിട്ടോ ആരെക്കുറിച്ചാണ് പറയുന്നത്? കാരക്ക ഒന്നെടുത്തുന്നവർ തിന്നുന്നതാ, രസമുള്ള കലാമുകൾ പറയുന്നതാ. എന്നോട് രസമുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മടിയിൽ നിന്ന് കാരക്ക എടുത്തു വെച്ചിട്ട് എന്റെ വായിൽ വെച്ച് എനിക്ക് ഭക്ഷണം വെച്ച് തരും. എല്ലാ ദിവസവും പോകാൻ നേരം ഞാൻ ചോദിക്കും, മോനെ നീ ആരാ? ഇതേവരെ എന്നോട് പേര് പറഞ്ഞിട്ടില്ല, ആരാണെന്ന് എനിക്കറിയില്ല. എല്ലാ രാത്രിയിലും മുടങ്ങാതെ ഈ വീട്ടിൽ വന്ന് പോവാറുണ്ട്. ഇത് കേട്ടുടനെ തൽഹത്തദാ കരയുന്നേ, അറിവുണ്ടോ ഉമ്മായെ അതാരാണെന്നേ. ഇത് കേട്ട അബൂ തൽഹ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. ഉമ്മ എല്ലാ രാത്രിയിലും വന്ന് നിങ്ങളുടെ മലമൂത്ര
വിസർജനം തുടച്ചു വൃത്തിയാക്കുന്ന ആ മനുഷ്യരാണെന്നറിയോ? അതാരെന്ന് നമ്മക്കറിയുമോ? അറിയില്ല മോനെ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ള ഇമാമാണല്ലോ. അവരാണ് അമീറുൽ മുഅ്മിനീൻ മഹാനായ സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരാ, ആരാ ഉമർ റളിയല്ലാഹു അൻഹു? രാത്രി പോയിട്ട് ഒരു ഉമ്മാന്റെ മലമൂത്ര വിസർജനം എടുത്തിട്ട് ഉമർ റളിയല്ലാഹു തആല ചെയ്യുന്ന ജോലി എന്തെന്നറിയോ? തമാശ പറയും. ഉമ്മ പറയാ, ഇങ്ങോട്ട് നോക്കിയാൽ കഥ പറഞ്ഞുതരാം, ഇതാണ് എന്റെ വാദം തീരൂല, അതായി പ്രശ്നം. ഉമർ റളിയല്ലാഹു എന്ത് പറയും? തമാശ. എന്നാ ഉമറിന് തമാശ ഇഷ്ടമാണ്? ആണോ? ഉമർ തമാശ പറയൂലെന്ന് മാത്രമല്ല, പറഞ്ഞവനെ കണ്ണ് അടിച്ചു കളയും. ാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. എത്തോപ്യയിൽ നിന്നൊരു ആയുധ സംഘം മദീനയിൽ വന്നു കളരിയഭ്യാസത്തിന്. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, എനിക്ക് കാണണം നബിയേ. ലോകത്തിന്റെ മാതൃകാതുല്യനായ ഭർത്താവല്ല മുത്ത് റസൂൽ. വിളിച്ചു ആയിഷ. വീടിന്റെ വാതിൽപ്പടിയിലേക്ക് റിസാലത്തിന്റെ കൈ ചേർത്ത് വെച്ചു. ആയിഷ ബീവി വന്ന് തന്റെ മുഖമെടുത്ത് മുത്ത് റസൂലിന്റെ കൈത്തണ്ടയിൽ വെച്ചു. എന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. എന്തോ ഒരു ജീവിതമാണിത്. വാതിൽപ്പടിയിലേക്ക് കൈവച്ച് ആയിഷ ബീവി മുഖമെടുത്തിട്ട് കൈത്തണ്ടയിൽ വെച്ചു. കുറെ നേരം കണ്ടപ്പോ ചോദിച്ചു, ആയിഷ ഇനി പോവാം? ഇല്ല നബിയെ, കണ്ടു തീർന്നില്ല, നല്ല രസം. പെണ്ണുങ്ങളെ ബീച്ചിലെ കൊണ്ടുപോയിട്ട് നമ്മൾ പറയല്ലേ, ഞാൻ പാം ജുമൈറ ദുബൈയിൽ കണ്ടാണ്, നീ കൊല്ലത്തെ ബീച്ചാണത്, പോവാം. നിങ്ങള് JBR പാം ജുമൈറ ബീച്ചോ ദുബൈ അബുദാബി ഒക്കെ കണ്ടാണ്. ഞാൻ ഈ പൊട്ടിപ്പെണ്ണ് വല്ലപ്പോഴും ഈ കണ്ടച്ചിറ കടന്നാല് ഞാൻ വല്ലപ്പോഴും അല്ലേ ഇവിടെ വരുവുള്ളൂ. ഇച്ചിരിയും കൂടെ കഴിയട്ടെ, അസ്തമയം കണ്ടിട്ട് പോവാം. അപ്പൊ പറയുന്നത് പണ്ടാരടങ്ങാൻ ഒന്ന് പറയരുത്. റസൂലുള്ള വീണ്ടും കൈവച്ചു കൊടുത്തു. മുത്ത് റസൂൽ, നമുക്ക് ഇൻഷാല്ലാഹ് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. മുത്ത് റസൂൽ കൈവച്ചു കൊടുത്തു. വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. സഹാബത്തൊക്കെ ഗാലറി ഇരുന്ന് കാണുന്നുണ്ട്, അപ്പുറത്തിരുന്നു. ഫുട്ബോൾ നടക്കുമ്പോ കുറച്ചിങ്ങനെ വട്ടം കൂടി കാണുമ്പോഴും കാണുന്നുണ്ട്. കൈവച്ചു കൊടുത്തു. കുറെ നേരം കണ്ടപ്പോ ചോദിച്ചു, ആയിഷ ഇനി പോകാം മോളെ? ഇല്ലയാ റസൂലല്ലാഹ്, കുറച്ചുകൂടി കാണണം മുത്തേ. ആയിഷ ബി വിളിച്ചു, കുറച്ചുകൂടി കാണണം മുത്തേ എന്ന് പറഞ്ഞു. മുത്തേന്ന് വിളിച്ചിട്ടുണ്ട്. ഞാനൊരു അതിഭാവുകത്വം പറയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ വിളിക്കണം അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഉണ്ട് കുടുംബം. ഇതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ അത് പറഞ്ഞാൽ ശരിയാവൂല, മൂട് മാറും. ഭാര്യയുടെ പേര് സുബൈദ എന്നാണ്. എങ്ങനെ വിളിക്കണപ്പോ? സുബൈദ ഇങ്ങനല്ല, ചില സമയത്ത് സുബീന്ന് വിളിക്കണം. ഹബീബായ നബി തങ്ങളെ വിളിക്കുമായിരുന്നു യാഷ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ് പേര്. ഹദീസിലുണ്ട്, കഥയല്ല. യാ ആഷ്, ആഷേ നീ എവിടെയാണ്? സ്നേഹം കൂടുമ്പോ മുത്ത് റസൂൽ വിളിക്കുമായിരുന്നു, യാ ആഷ്, ആഷേ ഇവിടെ വാ. തന്റെ ഭാര്യയെ ചുരുക്കപ്പേരിട്ട് വിളിച്ച ഭർത്താവാണ് മുത്ത് റസൂൽ. റസൂലുള്ള ഒരു ജീവിത മാതൃകയാണ്. ഭാര്യയോട്, മക്കളോട്, അഗതികളോട്, അനാഥകളോട്, നിരാലംബരോട്, നിരാശ്രയരോട്, നിദ്രാവിഹീനരോട്, പാവപ്പെട്ടവനോട്, പണ്ഡിതനോട്, പാമരനോട് എല്ലാം ജീവിക്കാൻ പഠിപ്പിച്ച നബി വീണ്ടും കൈ ചേർത്ത് വെച്ചു. മൂന്നാമതും ഇങ്ങനെ ചോദിച്ചു നബി, ആയിഷ പോകാം ആയിഷ? ഇല്ലയാ റസൂലല്ലാഹ്, നബിയെ കണ്ടു കൊതി തീർന്നില്ല നബിയെ. നബി ഞങ്ങൾ വീണ്ടും കൈവച്ചു പോയി. നബിക്ക് കാണാൻ ഇഷ്ടം ഇല്ല, ഭാര്യക്ക് വേണ്ടിയാണ്. രണ്ട് വല്ലപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ 6 മാസം ഇവിടെ, ആകെ 3 മാസത്തെ ലീവിനാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് 3 മാസത്തെ ലീവിന് ഇങ്ങോട്ട് വരും. കൂട്ടുകാരൻ കൊടുത്ത ടാങ്കും കവറും കൂടെ അവന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് തീരുമ്പോൾ തന്നെ പോകാൻ സമയവും. അവിടെ നിന്ന് കൊടുത്തു വിട്ട ടാങ്കും എല്ലാം കൂടെ കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ഇവന് തിരിച്ചു പോകാൻ സമയം. പാവങ്ങളാണ് ഗൾഫുകാർ, ഒന്നും ഉണ്ടാവില്ല. ഗൾഫുകാരെന്ന് പറഞ്ഞാൽ 6 മാസം ഇവിടെ നിൽക്കും, കടം മേടിച്ച് അവിടെ പോകും. 2 വർഷം അവിടെ നിൽക്കും, അവിടെ നിന്ന് കടം മേടിച്ച് ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് കടം മേടിച്ച് അങ്ങോട്ട്. പാവപ്പെട്ടവൻ അത്തറിന്റെ മണമല്ലാതെ വേറെ ഒന്നും ഉണ്ടാവും. പാവം അത്തറിന്റെ ഒരു മണം ഉണ്ടാവാൻ ഗൾഫുകാരനാണ്, വേറെ ഒന്നുമില്ല. അവൻ പാവമാണ്. അത്ര ഗൾഫുകാരൻ കഷ്ടമാണ്. ഇങ്ങോട്ട് വരുമ്പോ കയ്യൊരു പെട്ടി ഉണ്ടാവും, ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവും, അതിനെ പുറത്തോട്ട് വരുന്നുണ്ടാവും.
ഭാര്യയോ ഗൾഫുകാരന്റെ ഭാര്യയോ 1000 റിയാൽ അവിടെ നിന്ന് അയക്കാൻ വേണ്ടി അവൻ നേരെ വരുമ്പോ ടാക്സി വിളിച്ചാൽ 2 റിയാൽ കൊടുത്താൽ ലുലു എക്സ്ചേഞ്ചിലെത്തും. അപ്പോൾ ഉറക്കും പടച്ചോനെ 2 റിയാല് അതും കൂടെ കൊടുത്ത 1 മാസത്തെ ഫീസ് കൊടുക്കാല്ലോ കുട്ടിക്ക്. പാവപ്പെട്ട 1 കിലോമീറ്റർ വെയിലത്ത് നടന്നു വന്ന് ലുലു എക്സ്ചേഞ്ചിൽ വന്ന് പൈസ അയക്കുക 1000 റിയാല്. ഭാര്യയോട് വിളിച്ചു പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്, പോയി മേടിച്ചോളാൻ. അവൾ ഇവിടെ നിന്ന് ഒരു കാറും വിളിച്ചോണ്ട് സ്റ്റേറ്റ് ബാങ്കിൽ പോകും വാങ്ങിക്കും. എന്റെ പൊന്ന് ഗൾഫുകാരുടെ ഭാര്യമാരെ, നിങ്ങൾ അറിയണ ആ പാവപ്പെട്ട ഭർത്താവിന് അവനിത് ചുരുക്കി പിടിച്ചാണ് ഇവിടുന്ന്. അതാണ് നമ്മുടെ ജീവിത ശൈലി നബിതങ്ങൾ. അതുകൊണ്ട് ഭാര്യയോടുള്ള സമയത്ത് അതേപോലെയൊക്കെ നമ്മൾ ചെലവഴിക്കണം. കൈവച്ചു കൊടുത്തു. 3ാമതും കൈവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ അമ്പലപ്പറമ്പിൽ ഉത്സവപ്പറമ്പിൽ ആനയടയുമ്പോ ആളുകൾ പേടിച്ചോടുന്നത് പോലെ സഹാബത്ത് മുഴുവന് കാണികളായി നിന്ന് സഹാബത്ത് ചിതറിയോടാൻ തുടങ്ങി. എന്തോ പേടിച്ചതുപോലെ ആയിഷ ബീബി നബിതങ്ങളുടെ കൈ പിടിച്ചു പോകാൻ നബിയെ പേടിയാവുന്ന നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചോണ്ട് ആയിഷ ബീവി കുറെ കഴിഞ്ഞപ്പോ നബി തങ്ങൾ പിടിച്ചു നിർത്തി. എന്റെ ആയിഷ ഓടുന്നതെന്നാണ്. നബിയെ അഭ്യാസം നടക്കുന്നിടത്തുണ്ടോ അത്യാഹിതം വന്നിട്ടുണ്ട്. സഹാബത്ത് പേടിച്ചോടുന്നത് കണ്ടോ നബിയെ ആന വരേണ്ടതുപോലെ ഓടുകയാണ്. മുത്ത് റസൂല് പുഞ്ചിരിച്ചു. എന്തേ നബിയെ പുഞ്ചിരിക്കുന്നത്? ആയിഷ അവിടെ അത്യാഹിതമൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കളരിപ്പയറ്റ് സഹാബത്ത് കണ്ടുകൊണ്ടിരുന്നപ്പോ അതുവഴി ഉമർ റളിയല്ലാഹു തആല കടന്നു വന്നതാണ്. ഉമറിനെ കണ്ട് പേടിച്ചിട്ട് സഹാബത്ത് ഓടിയതാണ്. ഇമ്മാതിരിയുള്ള കളിതമാശയൊന്നും ഉമറിന് ഇഷ്ടമല്ല. ഇമ്മാതിരിയുള്ള കളിതമാശ ഉമറിന് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? നബിതങ്ങളെ കണ്ടതുപോലും ഉമർ റളിയല്ലാഹു അൻഹു കാണാത്തതെന്താ? ഹറാമായിട്ടല്ല. ഉമർ റളിയല്ലാഹു തആലയോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഞങ്ങളെ ഈ വിനോദം ഒന്നും കാണാൻ സമ്മതിക്കാത്തത്? ഉമർ പറഞ്ഞു, സഹാബാ, ഉമറിനെ കാണാൻ നേരമില്ല. നിങ്ങളൊക്കെ നേരത്തെ തന്നെ മുസ്ലിമായി. ഉമറിന്റെ യൗവനകാലം മുഴുവനും കള്ളിലായിരുന്നു. ഞാൻ എന്റെ ആയുസിന്റെ പകുതി മുഴുവനും പെണ്ണ് പിടിച്ചു തീർത്തവനാണ്. എന്റെ ആയുസിന്റെ പകുതി മുഴുവനും കള്ളു കുടിച്ചു തീർത്തതാണ്. എന്റെ ജീവിതത്തിന്റെ ആരോഗ്യകാലം മുഴുവനും ഉമർ ചെയ്യാത്ത തോന്നിവാസമില്ല. പിന്നെ ഞാൻ ഇസ്ലാമിലേക്ക് വന്ന് ഇനി ഞാൻ കളിതമാശ കണ്ടു നടക്കാനോ? എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിന് കിട്ടിയ സമയത്ത് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുകയാണെന്ന് പറഞ്ഞു. പാതിരാത്രിയിൽ വഴിയാത്രക്കാർക്ക് കാവല് നിന്നതുപോലും അതിന് പ്രായശ്ചിത്തമായിട്ടാണ്. അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹുവാണ് രാത്രിയിൽ പോയി വൃദ്ധയായി കിടക്കുന്ന, തമാശ പറയാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന വൃദ്ധയുടെ ചുറ്റും പോയിരുന്ന് തമാശ പറഞ്ഞത്. അവര് പറയാണ്, സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമൊക്കെയും നീക്കുവാൻ ഉതകുന്നതാ. എന്തിനായിരുന്നു സഹോദരങ്ങളെ? നാളെ മരിച്ചാൽ ഉമറിനെ പോലൊരു മനുഷ്യനാവണ്ടേ? ആരാ ഉമർ? ആരാ? ഈ രീതിയിൽ പ്രസവിക്കുവാനൊരു പെണ്ണിനും കടിയില്ലടോ മുളപ്പിക്കുവാനൊരു മണ്ണിനും. തടവാ ഉസ്താദ് ഉമർ റളിയല്ലാഹു തആലാനെ കുറിച്ച് എഴുതിയതാണ്. കടിയില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും. ഇങ്ങനെ ഒരു മനുഷ്യനെ മുളപ്പിക്കാൻ ഒരു മണ്ണുണ്ടാവില്ല. ഇങ്ങനെ ഒരു മകനെ പ്രസവിക്കാൻ ഒരു ഉമ്മയുടെ ഗർഭപാത്രം ചരിത്രത്തിൽ ഉണ്ടാവില്ല. ആ രീതിയിൽ ജീവിച്ച ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം ഉറപ്പായിട്ടും രാത്രിയിൽ പാവപ്പെട്ടവൻ അന്നം കൊടുത്തെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. അല്ലമീൻ യുവജനവേദിയുടെ ചെറുപ്പക്കാര് നേരത്തെ മലാഹിരി പറഞ്ഞല്ലോ, കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി, ജീവിതത്തിൽ ഒന്നും എത്താത്തവർക്ക് വേണ്ടി, സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരാരുമില്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ, അവരർത്താഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരു കേൾക്കാൻ. സങ്കടം കേൾക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ സങ്കടം നമുക്ക് കേൾക്കണം. നാളെ റബ്ബിന്റെ മുമ്പിൽ പറയണം, അല്ലാഹുവേ, നീ തന്ന അന്നത്തിൽ നിന്നൊരൽപ്പം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് റബ്ബേ.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാൻ കൂടുതലൊന്നും ചോദിക്കണില്ല. ഈ സദസ്സ് അവസാനിക്കുമ്പോ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി, ആരുമില്ലാത്തവർക്ക് വേണ്ടി എത്രയോ ദയയോടെ ഡോക്ടറോടൊക്കെ ചോദിച്ചറിയാം. ശരീരം കീറി മുറിക്കുമ്പോ സമ്പത്തില്ലാത്തവർ, കെട്ടിവെക്കാനൊന്നുമില്ലാത്തവർ, ജീവിതത്തിൽ മരണത്തോട് പോരാടുന്നവർ, എന്റെ പൊന്നു സഹോദരങ്ങളെ, ആ സമയത്ത് നമുക്ക് അള്ളാഹു നമ്മുടെ ജീവിതത്തെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സദക്കയിലൂടെയാണ്. ഇൻഷാ അല്ലാഹ് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി, ഒരു കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ അവർക്ക് ഈ സദസ്സ് അവസാനിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു പാവപ്പെട്ട അർഹതയിൽ അവരുടെ കയ്യിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ സന്തോഷത്തോടെ നമ്മുടെ സമ്പത്തിൽ നിന്ന്, അള്ളാഹു തന്നതിൽ നിന്ന്, അള്ളാഹു നൽകിയതിൽ നിന്ന് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഈ വിനീതന്റെ നേതൃത്വത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ. ഒരു വലിയ സ്ഥാപനം അതിന്റെ പേരുണ്ടാവുന്നതിന്റെ ഒരു ഭാഗത്ത് ചാരിറ്റിയാണ്. എന്തെന്നറിയോ, 18 വർഷമായി വാള് പറയാൻ തുടങ്ങിയിട്ട് ഒരു പുരുഷായുസിന്റെ പകുതി തീരാറായി. ഇനി പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹത്തോടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. കുറെ പദ്ധതികളായിട്ട് മുമ്പോട്ട് പോകുന്ന അള്ളാഹുവിനെ പൂർത്തീകരിക്കുമാറാകട്ടെ. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്, സ്വന്തമായും അല്ലാതെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവയ്ക്കാം ഉസ്താദെ, ഞാൻ കൊടുത്തേക്കാം. ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് വളരെ മുബാറക്കായ സദസ്സാണ്. അൽഹംദുലില്ലാഹ് 10-18 വർഷമായി കേരളത്തിന്റെ അകത്തും പുറത്തുമൊക്കെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. പക്ഷേ 99% ക്യാൻസർ വന്ന രോഗികൾ പോലും ഈ സദസ്സിലെ ദുആയുടെ പേരിൽ അൽഹംദുലില്ലാഹ് വളരെ അത്ഭുതത്തോടെ വന്നിട്ടുണ്ട്. ഡോക്ടർമാരൊക്കെ സർജറി ചെയ്യുമ്പോൾ പറയും ദ ഡിവൈൻ ഹാൻഡ്, ഇതൊരു ദൈവിക സഹായമാണ്. ഇതെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ദ ഡിവൈൻ ഹാൻഡ് എന്നാണ് പറയുക അവരുടെ ഭാഷയിൽ. ഇതൊരു വിശുദ്ധമായ കൈയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, എൻ്റെ സദസ്സിൽ ഏതാണ്ട് ഒരു 10-40,000 ആളുകൾ ഇതുപോലെ സദക്ക ചെയ്തിട്ടുണ്ട്. എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. എവിടെ പോകുമ്പോഴും, ഹജ്ജിന് പോകുമ്പോഴും, ഉംറയ്ക്ക് പോകുമ്പോഴും, സിയാറത്തിന് പോകുമ്പോഴൊക്കെ ദുആ. പടച്ചോനെ, സദസ്സിൽ അവസാനം ചോദിക്കുമ്പോൾ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ സദക്ക ചെയ്യുന്നവരുണ്ട്, അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അള്ളാഹുവേ എന്ന് ദുആ ചെയ്തിട്ടേ ഞാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യാറും. ഇൻഷാ അല്ലാഹ് അതിലൊരു കണ്ണിയായി ആരെങ്കിലും ഒരു 10,000 രൂപ ഇൻഷാ അവിടെ നിന്ന് വാഗ്ദാനം ചെയ്താൽ മതി, പിന്നീട് കൊടുത്താൽ മതി. അവരെ കൊടുക്കുന്ന സമയങ്ങളിൽ അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ കൊടുത്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരാഗ്രഹം മനസ്സിൽ വെച്ച് മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, രോഗം ശിഫയാവാൻ വേണ്ടി, കടം വിടാൻ വേണ്ടി ഈ സദസ്സിലേക്ക് നിങ്ങളെ കുടുംബം ഇത്രയും പേര് കൂടുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയാൽ നമുക്കൊരു ചെറിയ തുക സമാഹരിച്ചൊരു പാവപ്പെട്ടവന് കൊടുക്കാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 10,000, ഒരു 5,000 ഒക്കെ പറയുമ്പോൾ നമ്മൾ അവരവരെ കൊണ്ട് കഴിയുന്നത് പോലെ പറയുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയൊരു സന്തോഷമാണ്. അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ആരാ ഒന്ന് ആദ്യം പറയാം? ഡോക്ടർ തന്നെ 5,000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാന്. പലപ്പോഴും ഞാൻ കിംസിൽ പോകാറുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ചികിത്സ അവിടേക്കാണ്. ഡോക്ടറുടെ ബോർഡ് കാണാറുണ്ട്, പക്ഷെ പരിചയപ്പെടുന്നപ്പോഴാണ് അങ്ങനെ ചില പരിചയപ്പെടുന്ന സൗഹൃദങ്ങളുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാന്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ പ്രതീക്ഷയോട് വരുന്ന രോഗികൾക്ക് നീ രോഗത്തിന് ശമനം നൽകണേ അള്ളാഹുവെ. പടച്ചവനെ, മരുന്ന് നിൻ്റേതാണ്, അത് കൊടുക്കാനുള്ള ബുദ്ധി തന്നത് നീയാണ് അള്ളാഹുവെ. അതിലൂടെ നീയാണ് ശിഫ കൊടുക്കേണ്ടത്. പടച്ചവനെ, അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്നവർ ആ കൈകളിലൂടെ രോഗശമനം നീ നൽകണേ അള്ളാഹുവെ. അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അള്ളാഹുവേ. മക്കളെ നീ സന്മാർഗത്തിലൂടെ നയിച്ച് ഉപ്പാക്കും അമ്മാക്കും കൺകുളിർമയാകുന്ന മക്കളാക്കണേ അള്ളാഹുവേ. ആ കുടുംബത്തിന് ഊന്നുവടിയാകുന്ന മക്കളാക്കണേ തമ്പുരാനെ. മാരകമായ രോഗത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് കാത്ത് അവസാനം വരെ നിന്റെ സംരക്ഷണയിലാക്കണേ അള്ളാഹുവേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു സഹോദരൻ 10,000 രൂപ ഖുറൂ തക്ബീർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഏതാഗ്രഹത്തോടെ പറഞ്ഞോ കബൂലാക്കണേ അല്ലാഹ്.
ഐശ്വര്യം നൽകണേ തമ്പുരാനെ, പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏത് ആഗ്രഹമാണോ നീ അത് കബൂലാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളെ സച്ചരിതരുമാക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്തണേ അല്ലാ. അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. എന്നും പ്രതീക്ഷയോടെ പറന്നുല്ലഹസിച്ചു പോയവരാണ് മധുര ദേശീയപാതയിൽ ചിതറിത്തെറിച്ച മൃതദേഹങ്ങളായത്. അല്ലാഹുവേ, പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കാക്കണേ അല്ലാഹുവേ. അവരെ മക്കളെ നീ ഒരു നല്ല ഭാവിയിലെത്തിക്കണേ തമ്പുരാനെ. സയ്യിദനാ മുഹമ്മദ് വാലി വസല്ലം. നേരെ മൂന്നാമത്തെ 5000 10,000 നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 5000 രൂപ. മാഷാ അല്ലാഹ്, 1,000 കൊണ്ട് സലീം ഡോക്ടർ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആ ജീവിതത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാഹുവേ. സദഖയിൽ വീണ്ടും വീണ്ടും പറഞ്ഞ പ്രിയപ്പെട്ട ഡോക്ടർ സാഹിബ്, പടച്ചവനെ ഐശ്വര്യങ്ങളും നിഅമത്തുകളും ചൊരിയണേ അല്ലാ. സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ വിട പറയിപ്പിക്കണേ തമ്പുരാനെ. പറഞ്ഞു 5000 ഒരു സൗരം, വേറെ ഒരാളും കൂടെ 5000 പറഞ്ഞു ബൈക്ക്. രണ്ടുപേരും മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ സാമ്പത്തിക പ്രതിസന്ധി, എക്കോണമിക് ക്രൈസിസ് ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോഴും റബ്ബേ, നിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോ പെങ്ങക്ക് വേണ്ടിയല്ല, കൂടപ്പറപ്പിനല്ല, ആരും അറിയാതെ എവിടെയോ രോഗം കാർന്നു നിന്ന ഒരു പാവപ്പെട്ടവർക്കൊരത്താണിയായി പറഞ്ഞ 2 സഹോദരങ്ങൾ, അവരെ സാമ്പത്തിക മേഖല ഏതാണോ അതിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. ഇത് പറയുമ്പോ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സബലീകരിക്കണേ തമ്പുരാനെ. എവിടെയൊക്കെ നടക്കാത്തതാണെങ്കിലും ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നടത്തി കൊടുക്കണേ അല്ലാ. എല്ലാവിധ നന്മകളും നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ശരീരം കീറിമുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. നേരെ പറ 5000. വേറെ സഹോദരൻ 5000 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബേ, നീ കബൂലാക്കണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അദ്ദേഹം ജോലി ചെയ്യുന്നത് ഏതിലാണോ നീ ഇതിൽ ഐശ്വര്യം വാരിക്കോരി കൊടുക്കണേ റബ്ബേ. മക്കളെ സൽസ്വഭാവികളാക്കി ഉപ്പാക്കുമ്മാക്ക് കൺകുളിർമേകുന്ന മക്കളാക്കണേ അല്ലാ. ഒരു രീതിയിലും വഴി തെറ്റിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഭാര്യയോടൊത്ത് കുടുംബത്തോടൊത്ത് സന്തോഷ സമാധാന ജീവിതം നൽകണേ അല്ലാ. കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. 7ാമത്തെ ഇപ്പൊ 2 2 4 1 5. 6ാമത്തെ ആളാരാ പറയായിരിക്കും? പെട്ടെന്ന് പറയാം, ഞാൻ ദുആയിലേക്ക് കടക്കാം. അവിടെ അതിന്റെ വോളണ്ടിയേഴ്സ് നിൽക്കുന്നുണ്ട്. 7 പേര് പറയണം. അർഷൻ തണൽ കിട്ടുന്ന 7 പേരാ. 5 പേരും 2 പേരും കൂടി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ വാതിനങ്ങനെ പൈസ പിരിക്കാറൊന്നുമില്ല. പിന്നെ ഇത് പാവപ്പെട്ട കൊച്ചു കുട്ടികൾ, അവരുടെ പേരിൽ ഇത് തീരുമ്പോൾ ഒരു വലിയ ബാധ്യത ഇട്ട് കൊടുത്ത് അവർ തന്നെ ഇതിൽ നിന്ന് സ്വയം പിൻവലിയും. നമ്മുടെ കുട്ടികൾ ആ വഴിക്ക് പോകുന്നു, ഈ വഴിക്ക് പോകും, നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല. കുറേ കുട്ടികൾ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക. നമ്മുടെ മഹലിനും നാടിനും ഒരു വെളിച്ചമായി അവരെ കൊണ്ട് പരമാവധി. പിന്നെ കുട്ടികളാണ്, തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സ്നേഹത്തോടു കൂടി അവരെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കും. കുട്ടികളാണ് 2 പേരും. കുട്ടിയും വയസ്സിനാണ്. വൃദ്ധനായ ഇബ്രാഹിം നബിയുടെ കയ്യിൽ യുവാവായി ഇസ്മായിൽ നബി പിടിച്ചപ്പോഴാണ് കഅബ ഉണ്ടായത്. അതുകൊണ്ട് ഒരു നാട്ടിൽ വൃദ്ധരെയും അവഗണിക്കരുത്, യുവാക്കളെ അവഗണിക്കരുത്. കഴിവതിൻ്റെ തെളിവാണ്. ഇബ്രാഹിം നബി വൃദ്ധനാണ്, ഇസ്മായിൽ നബി യുവാവാണ്. 2 പേരും കൂടി കൈപിടിച്ചപ്പോൾ ഫീ ആയാത്തും ബയ്യിനാത്തും മഖാമ ഇബ്രാഹിം. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്, അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് കാരണവന്മാർ കൊച്ചുകുട്ടികൾ ഉപദേശിച്ചു കൊടുക്കണം. യുവാക്കൾ വൃദ്ധരായവരെ ബഹുമാനിക്കണം. പരസ്പരം യോജിച്ചൊരു തലമുറയായി മുമ്പോട്ട് പോകണം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ പറയണം, ഇന്ന് അതിന് വരണ്ടാൻ തീരുമാനിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ വരാൻ പറ്റാത്തൊരു തിരക്ക് വന്നു. ഒരു എന്തോ ഒരു ചെറിയൊരു. ഞാൻ ഇപ്പോൾ നാളെ പ്രസംഗിക്കേണ്ട മായി മന്നാനിയെ വിളിച്ച് പുള്ളിയപ്പോൾ വീട്ടിൽ പോയി.
പിന്നെ ഞാൻ ആരോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ചെറുപ്പക്കാർ കുറേ നാളുകൊണ്ട് കഷ്ടപ്പെടുന്നതാണ്. അപ്പം പിന്നെ ഏതായാലും തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങ് വന്ന് ആ കൊടുത്ത വാക്ക് പാലിക്കുക. 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നു. അള്ളാഹു ചെറുപ്പക്കാരെ എല്ലാവിധ ഖൈറും നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഇസ്തിഖാമത്ത് കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നാളെയും മറ്റന്നാളും ഒക്കെ വാളുണ്ട്. ഓരോ ദിവസവും അവരവരെ കൊണ്ട് കഴിയുന്ന സദക്കുകൾ, അതേപോലെ സഹോദരിമാർ നാളെ മറ്റന്നാളൊക്കെ അവസാനം ഇതിൻ്റെ ദുആയി നടക്കും. ആ സമയത്തൊക്കെ ഇന്നിപ്പോൾ തുടക്കത്തിൽ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങൾ ഓരോന്നായി കൊണ്ടുവന്ന് കൊടുത്ത് ഓരോ ദിവസവും ഈ മജ്‌ലിസ് വലിയ ബറക്കത്തുള്ളതാണ്. അള്ളാഹുവിനെ സ്വീകരിക്കുമാറാകട്ടെ. ആ ചെറുപ്പക്കാർക്ക് അല്ലമീൻ സാധു സംരക്ഷണ സമിതി അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ആ ചെറുപ്പക്കാരുടെ കൂടെ ഇങ്ങനെ അവരെ മേച്ചുകൊണ്ട് കിടക്കുന്ന നമ്മുടെ അയ്യൂബ് ഖാൻ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം അവർക്ക് വളരെ ഗുണകരമാണ്. അള്ളാഹു ആ ആത്മീയ ബന്ധത്തെ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകും. അദ്ദേഹം ഒരു ഇമാമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വലിയ ഈ കുട്ടികളുടെ കൂടെ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, മുമ്പിൽ നിൽക്കണം പുറകിൽ നിൽക്കണം. ഞാൻ മുമ്പിൽ മാത്രമേ നിൽക്കൂന്ന് പണ്ഡിതന്മാർ തീരുമാനിക്കും. അത് അപകടമാണ്. ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്, ഹല്ലത്തബിയുക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. സന്മാർഗം പഠിക്കാൻ ഖിളിർ നബിയെ ഞാൻ അങ്ങയുടെ പുറകിൽ നിൽക്കട്ടെ എന്നാ മൂസാ നബി ചോദിച്ചു. പദവി കൂടുതൽ ആർക്കാ? മൂസാ നബിക്കാണ്. ഉലുൽ അസ്മിൽപ്പെട്ട 5ാമത്തെ പ്രവാചകനാണ് മൂസാ നബി. ഖിളിറോ നബിയാണോ എന്നൊരു സംശയമാണ്. അപ്പോഴും ചോദിച്ചത് ഹല്ലത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. സന്മാർഗം കിട്ടുമെങ്കിൽ എനിക്ക് ആഖിറത്തിൽ ഖൈറാണെങ്കിൽ നിങ്ങളുടെ പുറകിൽ ഞാൻ നിൽക്കാന്നാ പറഞ്ഞു. അദ്ദേഹം പുറകിൽ നിന്ന് മുമ്പിൽ നിന്ന് ആ കുട്ടികളെ നയിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജമാഅത്തിന്റെ ഇമാം ഒരു നല്ല പണ്ഡിതനാണ്. അൻവാർ ശരിയിലെ ഹാഫിദ് ഉസ്താദാണ്. എൻ്റെ സീനിയർ. ഞാൻ പഠിക്കുമ്പോൾ പൊടിമീശ മുളയ്ക്കണ കാലത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ സീനിയറാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഹാഫിളീങ്ങളെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ഹാഫിളീങ്ങൾ ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. എൻ്റെ നാട്ടിൽ ആയൂർ കാരാളി കോണത്ത് ഞാനൊരു ഇൻ്റർനാഷണൽ ലെവലൊരു ഖുർആൻ വില്ലേജിനെ തറക്കല്ലിട്ടിരിക്കുകയാണ്. അതാണ്ട് വലിയ ഒരു പ്രൊജക്റ്റാണ്, ഒരു ഖുർആൻ വില്ലേജ്. കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുക. 6ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ 10ാം ക്ലാസ് ആകുമ്പോൾ SLC പാസ്സാകുമ്പോൾ ഒരു ഖുർആൻ മുഴുവൻ മനപ്പാടാക്കും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 7 വർഷം കൊണ്ട് അവർക്ക് ഖുർആനും തഫ്സീറും മൊത്തം PG ഡിഗ്രിയോടുകൂടി പുറത്തിറക്കും. പെൺകുട്ടികൾക്കും അതേപോലെ 6ാം ക്ലാസ് കഴിഞ്ഞ് പെൺകുട്ടികൾ 10ാം ക്ലാസ് ആകുമ്പോൾ ഒരു ഹാഫിളത്താവും. 5 വർഷം കൊണ്ട് ഡിഗ്രിയോടുകൂടി അവർ വെളിയിൽ 19 വയസ്സാകുമ്പോൾ ഹാഫിളത്താകും, ആലിമത്താകും. തൻ്റെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ അതോടൊപ്പം തന്നെ ഡിഗ്രിയും അവർ പാസ്സാകും. എന്ന് മാത്രമല്ല, ഒരു ഖുർആൻ വില്ലേജ്, അവിടെ ഒരു മിനി തിയേറ്റർ ഉണ്ട് ഖുർആൻ്റെ എക്സിബിഷൻ നടത്താൻ. ഒരു ഖുർആൻ ലൈബ്രറി ഉണ്ട്. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഒക്കെ ഖുർആനെ കുറിച്ച് പഠിക്കാൻ. അവിടുത്തെ മരങ്ങൾ പോലും ഖുർആൻ പറഞ്ഞ മരങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിയും. ഇപ്പോൾ എൻ്റെ പണി തുടങ്ങി അടുത്ത മെയ്യോടുകൂടി ഉദ്ഘാടനം ചെയ്യാനാണ് ആഗ്രഹം. എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. നജീബ് ഖത്തർ 1000 രൂപ ഉമ്മക്കുപ്പൊക്കെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ ഓൺലൈനിൽ ഇപ്പോൾ സദക്ക ചെയ്യുന്ന സഹോദരനാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വേറെ സഹോദരി ഒരു 1000 രൂപ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സാലിഹായ അമലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി ഞങ്ങളുടെ ജീവിതം പാപരഹിതമാക്കി സംശുദ്ധമാക്കണേ അല്ലാഹുവേ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ തമ്പുരാനെ. ലോകം മുഴുവനും മലീമസമാകുമ്പോൾ അശ്ലീലവും ശ്ലീലവും ധർമ്മവും അധർമ്മവും വെളിച്ചവും ഇരുട്ടും കൂടിക്കലർന്ന് കിടക്കുമ്പോൾ ഞങ്ങളെ നീ ഇതിൽ പെടുത്തല്ലേ അല്ലാഹുവേ. വെളിച്ചത്തിൻ്റെയും തെളിച്ചത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ശ്ലീലത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നീ നടത്തണേ അല്ലാഹുവേ. പടച്ചവനെ, പിശാചിൽ നിന്ന് ശരീരത്തെയും മനസ്സിനെയും പിടിച്ചു നിർത്തി നിനക്കിഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്ക അല്ലാഹുവേ. അതിൽ ഞങ്ങളുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്. ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മ
ഞങ്ങൾക്കൊരു നേരം ഭക്ഷണം നൽകാൻ 3 നേരം പട്ടിണി കിടന്ന് ഞങ്ങളുടെ ഉമ്മ. അള്ളാഹുവേ, ഞങ്ങൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവേ, അവർ 6 അടി മണ്ണിലേക്ക് പോയി. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഖബറിൽ നീ ശിക്ഷിക്കല്ലേ. അള്ളാഹുവേ, പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണേ. അള്ളാഹ്, ഞങ്ങളുടെ ഭാര്യമാരെ നീ എല്ലാവിധ ആഫിയത്തും നൽകണേ. അള്ളാഹുവേ, ആരോഗ്യം നൽകണേ തമ്പുരാനെ, എല്ലാവിധ ദീർഘായുസ്സും നൽകണേ. അള്ളാഹുവേ, അവര് തളർന്നു പോയാൽ ഞങ്ങളുടെ കുടുംബം തളർന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ പോറ്റിത്തന്ന, ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തന്ന, ഞങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കിത്തന്ന ഞങ്ങളുടെ ഭാര്യമാർ, പടച്ചവനെ, നീ അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ. അള്ളാഹ്, ഞങ്ങൾ വൈകുന്നേരം കയറി വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞങ്ങളുടെ ക്ഷീണത്തിലും ഞങ്ങളുടെ ക്ഷേമത്തിലും ക്ഷാമത്തിലും പങ്കാളികളായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവൾ, അള്ളാഹുവേ, നീ അവൾക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ. അള്ളാഹു, ഞങ്ങളുടെ മക്കളെ വലിയ പ്രതീക്ഷയോടെ വളർത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കണേ. അള്ളാഹ്, വഴി പിഴപ്പിക്കല്ലേ. അള്ളാഹുവേ, പടച്ചവനെ ഒരു ലഹരിക്കടിമയാക്കല്ലേ. അള്ളാഹുവേ, പടച്ചവനെ ഒരു രീതിയിലും വഴിതെറ്റിക്കല്ലേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ വെളിയിൽ നോക്കിടക്കുന്നു, ഞങ്ങളൊന്നും അറിയുന്നില്ല. അള്ളാഹുവേ, അവർ വഴിതെറ്റിപ്പോയാൽ നിന്റെ മലക്കുകളുടെ കൈ പിടിച്ച് നീ അവരെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ തമ്പുരാനെ, തിരിച്ചു തരണേ. അള്ളാഹുവേ, മക്കൾ കാരണത്താൽ മറ്റൊരാളുടെ മുമ്പിൽ തല കുനിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ. വരുത്തല്ലേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്കെന്നും അഭിമാനമാകണേ. അള്ളാഹുവേ, മക്കളെ ഓർത്ത് അഭിമാനിക്കാനുള്ള അവസരം നൽകണേ. അള്ളാഹുവേ, അപമാനത്താൽ തല കുനിപ്പിക്കല്ലേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണേ. അള്ളാഹ്, ആലിമീങ്ങളാക്കണേ. അള്ളാഹ്, പടച്ചവനെ, ഞങ്ങളുടെ ഈ സമൂഹത്തിൽ നീ ഒന്നിപ്പ് നൽകണേ. അള്ളാഹുവേ, ഭിന്നിപ്പിൽ നിന്ന് കാക്കണേ. അള്ളാഹുവേ, ഒരുമ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നാടിൻ്റെ നാനാഭാഗത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. അള്ളാഹുവേ, കിടങ്ങുകൾ കീറി മുകളിലേക്ക് മണ്ണ് വലിച്ചു വാരിയിട്ട് മരണത്തെ കണ്ട് പിടയുന്ന ഞങ്ങളുടെ റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, അള്ളാഹുവേ, തോലുരിഞ്ഞവരെ കരയിക്കുന്നു. അള്ളാഹുവേ, പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. അള്ളാഹുവേ, കൂർത്തുമൂർത്ത കമ്പികളിൽ മരത്തിൽ കെട്ടിത്തൂക്കുന്നു. അള്ളാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊല്ലുന്നു. അള്ളാഹുവേ, അഭയാർത്ഥികൾ എന്ന ഓമന പേരിൽ അവരെ നാടിന് മുമ്പിൽ ഓടിക്കുന്നു. അള്ളാഹുവേ, കടലിന്റെ തിരമാലകളുടെ മുകളിൽ ഭക്ഷണം പോലും ഇല്ലാതെ കടലിലെ കൊമ്പൻ സ്രാവുകൾക്ക് വലിച്ചെറിയപ്പെടുന്നു. പടച്ചവനെ, ഞങ്ങളുടെ ആ കുഞ്ഞുങ്ങളുടെ തോലുരിച്ചു കളയുന്നു. അള്ളാഹുവേ, തീക്കുണ്ടത്തിൽ വെച്ചവരെ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നു. റബ്ബേ, പടച്ചവനെ, നീ അവരെ സഹായിക്കണേ. അല്ലാഹ്, ഫമയൻസുർനി മിനല്ലാഹി ഇൻ തറത്തുഹു വമാ തസിദൂനനി ഗൈറ തഖ്സീർ. അല്ലാഹുവേ, നീ ഉപേക്ഷിക്കല്ലേ. അല്ലാഹുവേ, നീ ആ സാധുക്കളെ നീ കാത്തോളണേ. അല്ലാഹുവേ, ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളുടെ ഇന്ത്യ രാജ്യം നീ സമാധാനം നൽകണേ. അല്ലാഹ്, സന്തോഷം നൽകണേ. അല്ലാഹ്, ബ്രിട്ടീഷുകാരനെതിരെ ജാതിയും മതവും നോക്കാതെ പോരാടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഭിന്നിപ്പിക്കുന്നവരെ നീ മാറ്റിക്കളയണേ തമ്പുരാനെ. ജാതിയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ മനുഷ്യരെന്ന രീതിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും പരസ്പരം പങ്കിടുന്ന നല്ല അയൽവക്കക്കാരും നല്ല നാട്ടുകാരും ആക്കണേ. അല്ലാഹുവേ, ഈ നാട്ടിൽ നീ സമാധാനം നൽകണേ. അല്ലാഹുവേ, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടബാധ്യത നീ മാറ്റിക്കൊടുക്കണേ. അല്ലാഹ്, അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന കടബാധ്യതകൾ വരുത്തല്ലേ. അല്ലാഹുവേ, ഹക്കുകളെല്ലാം വീട്ടി സന്തോഷത്തോടെ അമലുകൾ പ്രയോജനപ്പെടുന്ന അവസ്ഥയിൽ നിന്റെ മുമ്പിലേക്ക് യാത്രയാക്കണേ. അല്ലാഹ്, മാറാ രോഗങ്ങൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ക്യാൻസർ വന്നവർ, ബ്രെയിൻ ട്യൂമർ വന്നവർ, അല്ലാഹുവേ, ഹാർട്ട് സംബന്ധമായ പ്രശ്നമുള്ളവർ, ആശുപത്രിയിൽ കയറിയിറങ്ങി നിരാശപ്പെട്ടവർ, പടച്ചവനെ, നീ അവരുടെ രോഗത്തിനും ശിഫ ഏത് മരുന്നിലാണോ നിശ്ചയിച്ചത് ആ മരുന്നിനെയും ഡോക്ടറെയും നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാൻ. നീ മുസബ്ബിബുൽ അസ്ബാബാണ്. അല്ലാഹുവേ, രോഗം കാരണം കൊണ്ട് നീ കാര്യങ്ങൾ നടത്തുന്നവനാണ്. അല്ലാഹുവേ, അവരുടെ രോഗത്തിൻ്റെ ശമനം നീ എവിടെ നിശ്ചയിച്ചു അവിടെ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാൻ. മരുന്നുകൾക്ക് നീ ഔഷധത്തിന് നീ ശിഫയുടെ ഗുണം നൽകണേ. അല്ലാഹുവേ, പടച്ചവനെ, ക്യാൻസർ ബാധിച്ച 12 വയസ്സുകാരനാണ് നീ ശിഫ നൽകണേ. അല്ലാഹ്, അയൽവക്കക്കാരിയായ ഒരു സഹോദരി മരണത്തോട് മല്ലടിക്കുന്നു. റബ്ബേ, നീ തിരിച്ചു വരുത്തണേ. അല്ലാഹ്, ആര് കൈവിട്ടാലും നീ കൈവിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാഹുവേ, ആര് തള്ളിക്കളഞ്ഞാലും നീ ഞങ്ങളെ തള്ളിക്കളയല്ലേ. അല്ലാഹ്, ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക. പടച്ചവനെ, നിന്നിലേക്ക് ഞങ്ങൾ ആഗ്രഹിച്ചു മടങ്ങുന്നു. അല്ലാഹുവേ, രോഗങ്ങളെ ശിഫയാക്കണം. അല്ലാഹ്, അവസാനം മരിക്കുന്ന നേരം കെലിമ കൊണ്ട് ഭരിക്കണേ. അല്ലാഹ്,
ഈ കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ട്, ജോലിയില്ലാത്തവർ, നല്ല ജോലി കൊടുക്കണേ റബ്ബേ. പഠിക്കുന്ന കുട്ടികളുണ്ട്, ബുദ്ധിശക്തി നൽകണേ അല്ലാ. അല്ലമീൻ്റെ പ്രവർത്തകർ ആ ചെറുപ്പക്കാരെ നീ യോജിപ്പോടെ നിലനിർത്തണേ അല്ലാ. അവരെ പ്രവർത്തനങ്ങളെ കബൂലാക്കണേ അല്ലാ. സാധുക്കൾ അവരെ സഹായിക്കും, അവരുടെ ഐശ്വര്യവും ബറക്കത്തും അവരുടെ വീട്ടിലും ജീവിതത്തിലും ജോലിയിലും ആയുസ്സിലും നൽകണേ തമ്പുരാൻ. അതിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾ ഖൈർ നൽകണേ അല്ലാഹുവേ. അവസാനം മരിക്കുന്ന നേരം കെലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിച്ച് പരലോകത്ത് ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങളെ കണ്ടുമുട്ടിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ വിനീതൻ്റെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ, അവിടേക്ക് 6666 നേർച്ചയാക്കുന്നവർ, ഈ പുതുതായി തുടങ്ങുന്ന സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, അവരെ നീ സഹായിക്കണേ റബ്ബേ. ഒത്തിരി ചെറുപ്പക്കാരതിനെ സഹായിക്കുന്നുണ്ട് ലോകത്ത്, ഇതേവരെ കാണാത്ത രീതിയിൽ. പടച്ചവനെ നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബനാ റഹ്മ അബാഅനാ വഉമ്മഹാതിനാ കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസിയത്തോടു കൂടി അഖൂക്കും ഫിൽ ഇസ്ലാം അഹമ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.